നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4, 2026 ബുധൻ. അങ്ങനെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് തിങ്കളാഴ്ചത്തെ പോലെ തന്നെ അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ അതേസമയം ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ്സിനും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിനും നേട്ടത്തിലേക്ക് തിരിയുവാനും സാധിച്ചു. വെസ്റ്റ് ഏഷ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ ഒരു നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നത് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ അതിശക്തമായ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. തൽഫലമായി സെൻസെക്സിൽ ഇന്ന് 1700 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിയിൽ 1500 പോയിന്റുകളുടെ അടുത്തും ഗ്യാപ് ഡൗണോട് കൂടി ഓപ്പൺ ആയപ്പോൾ നിഫ്റ്റിക്കും 500 പോയിന്റുകൾക്കടുത്ത് ഗ്യാപ് ഡൗണോട് കൂടി ഇന്ന് ഓപ്പൺ ആകേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് ഓഗസ്റ്റ് മാസത്തെ ലോ ലെവലായിരുന്ന 24,338 എന്ന ലെവലിലായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗും. തുടർന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടിയിട്ടും 24,305 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് നിഫ്റ്റിക്ക് നേരിയ തോതിൽ റിക്കവറി നടത്തുവാൻ സാധിച്ചെങ്കിലും 24,602 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 385 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,480 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,122 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 1,084 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എൻഎസ്സിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്നും ആകെ 525 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,439 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്നും എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. PSU ബാങ്ക്, റിയാലിറ്റി, മീഡിയ, ഓട്ടോ, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് 2% മുതൽ 3% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് രക്തരൂഷിതമാകുക തന്നെയുണ്ടായി. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, SBI ലൈഫ് ഇൻഷുറൻസ്, L&T, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ കോൾ ഇന്ത്യ, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് തന്നെ നേരിടേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം 52 പൈസയുടെ നഷ്ടമാണെങ്കിൽ ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് തന്നെ 67 പൈസയുടെ നഷ്ടത്തോടുകൂടി 92.14 എന്ന ലെവലിലായിട്ട് ചരിത്രത്തിലെ ഏറ്റവും താഴ്നിരയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും ഇന്ത്യൻ രൂപയ്ക്കും വരികയുണ്ടായി. US ഇറാൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഇന്നും ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളായ BSE, MCX തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. മാത്രമല്ല തിങ്കളാഴ്ചയും ഇന്നും കൊണ്ട് സെൻസെക്സിന് ഏകദേശം 2,500 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം സ്പൈസ് ജെറ്റ്, IRCTC, ഇന്ത്യൻ ഹോട്ടൽസ് തുടങ്ങിയ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾക്കും ഇടിവ് തുടരേണ്ടതായിട്ടും വന്നു. തൽഫലമായി തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനായിട്ട് ഈ മേഖലയിലുള്ള സ്റ്റോക്കുകൾക്ക് അവയുടെ നഷ്ടം തുടരുക തന്നെയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ 28-ാം തീയതി മുതൽ നേരിടുന്ന വ്യോമഗതാഗതത്തിലെ തടസ്സവും കൂടാതെ ജെറ്റ് ഫ്യൂവലിന്റെ കോസ്റ്റിലുണ്ടാകുന്ന വർധനവിനെയും തുടർന്ന് എയർലൈൻ സ്റ്റോക്കുകളുടെ പ്രോഫിറ്റബിലിറ്റിക്ക് മുകളിൽ ആശങ്ക ഉടലെടുക്കുകയും ഉണ്ടായി. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ എടുത്തു പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വെസ്റ്റ് ഏഷ്യയിൽ ആരംഭിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്നും അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുകയുണ്ടായത്. വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റ് എല്ലാവരും പലവിധ മാധ്യമങ്ങൾ വഴി കീനായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയെക്കുറിച്ച് വിശദമായി തന്നെ എടുത്തു പറയുന്നുമില്ല. നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിണിത ഫലമായിട്ട് ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ കണ്ടിരുന്നു വീണ്ടും ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ച. പിന്നീട് നേരിയ തോതിൽ കൂൾ ഓഫ് ആയെങ്കിലും ഇന്ന് ഒരു ഘട്ടം വരെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ ബാധിച്ചു. കൂടാതെ ഇന്നലെ US മാർക്കറ്റിൽ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ ഇടിവ് തുടരുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് അവയുടെ 2 മാസത്തെ താഴ്നിരയിലേക്കായിട്ടും എത്തിച്ചേർന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നും ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് തുടർന്നതും കൂടാതെ കഴിഞ്ഞ തിങ്കളാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ 3,295.64 കോടി രൂപയ്ക്ക് അതിശക്ത
അതിശക്തമായ സെല്ലിംഗ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം 26, 27 തീയതികളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ അതിശക്തമായ സെല്ലിംഗ് വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഊട്ടിയുറപ്പിച്ചതും ഇന്ന് നമ്മുടെ മാർക്കറ്റില് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തളർത്തുന്നതിലും പ്രധാന പങ്ക് തന്നെ വഹിച്ചു. തിങ്കളാഴ്ചയും ഇന്ന് ബുധനാഴ്ചയും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് US ഡോളറിനെതിരെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ₹1.20 മുകളിൽ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് പ്രധാനമായും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായതിനാലും കൂടാതെ ഇക്വിറ്റി മാർക്കറ്റിനെ ഇത് ഡയറക്റ്റായിട്ട് പ്രഷർ ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ഇന്നും ഇന്ത്യൻ രൂപയിൽ തുടർന്ന വീക്ക്നെസ്സും കൂടാതെ കഴിഞ്ഞ തിങ്കളാഴ്ച ക്ലോസിംഗ് ബേസിസിൽ മാത്രം 25% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്നും 23% ഉയർച്ചയോട് കൂടിയിട്ടാണ് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. തൽഫലമായി പഹൽഗാം അറ്റാക്കിനു ശേഷം ഇന്ത്യ വിക്സ് ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷം 21 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 21.14 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 79 പോയിന്റുകളുടെ നേട്ടത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1%, എന്നാൽ അതേസമയം ജർമ്മൻ മാർക്കറ്റ് 1.25%-ലേറെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും 1% മുതൽ 13.25% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം ഇന്ന് കൊറിയൻ മാർക്കറ്റ് 13.71% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുവാനുമായി. കാരണം ജപ്പാൻ മാർക്കറ്റ് 4%-ലേറെയും, തായ്വാൻ മാർക്കറ്റ് 4.5%-ലേറെയും, തായ്ലൻഡ് മാർക്കറ്റ് 6%-അടുത്തും, ഇന്തോനേഷ്യൻ മാർക്കറ്റിന് 5%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ അതേസമയം ഇന്ന് ചൈനീസ് മാർക്കറ്റിന് ആകെ 1%-അടുത്ത് മാത്രമേ നഷ്ടം നേരിടേണ്ടി വന്നുള്ളൂ. തുടർന്ന് അടുത്തതായിട്ട് ഏറ്റവും കുറഞ്ഞ ഇടിവ് രേഖപ്പെടുത്തിയത് സ്വാഭാവികമായിട്ടും ഇന്ന് നിഫ്റ്റിയിൽ തന്നെയാണ്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ വീണ്ടും ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്, ഏകദേശം 2%-അടുത്ത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 1.44% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $82.62 പെർ ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $75.25 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുന്നുകൊണ്ട് 1.07% മാത്രമേ ഉയർച്ച അനുഭവപ്പെടുന്നുള്ളൂ. ഗോൾഡിന്റെ വില $5,188.28 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കൊൽക്കത്തയിലും ഗുരുഗ്രാമിലും പാർപ്പിട വികസനത്തിനായി 2 ഭൂമി ഏറ്റെടുത്തതായി കമ്പനി പ്രഖ്യാപിച്ചു. ഇവയിൽ നിന്നാകെ 6,150 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി ലക്ഷ്യമിടുന്നതും. MRF ശിവഗംഗയിൽ ഒരു ഗ്രീൻഫീൽഡ് പ്ലാന്റിനായി തമിഴ്നാട് സർക്കാരുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഗെയിൻ ലൈഫ് കെയർ ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലുള്ള ബ്രഹ്മ ഹോസ്പിറ്റലുമായി അംഗീകൃത പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. ജ്യോതി സ്ട്രക്ചേഴ്സ് കർണാടകയിലെ ഗഡാക്കിൽ 2ാം ഘട്ട ട്രാൻസ്മിഷൻ 4000 kV ലൈൻ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തു. ഗുജറാത്ത് ഗ്യാസ് വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് LNGയുടെ സപ്ലൈയിൽ നേരിട്ട തടസ്സങ്ങളെ തുടർന്ന് ഈ മാസം, അതായത് മാർച്ച് 6-ാം തീയതി മുതൽ കമ്പനി ഇൻഡസ്ട്രിയൽ ഗ്യാസിന്റെ സപ്ലൈ 50% വെട്ടിച്ചുരുക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗൾഫ് തുറമുഖങ്ങളിലേക്കുള്ള വ്യാപാരം കമ്പനി നിർത്തിവെച്ചു താൽക്കാലികമായി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 2026 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങളെ തുടർന്ന് 500-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയെന്നുള്ള റിപ്പോർട്ട്സ് കമ്പനി പുറത്തുവിടുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.